എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ ഐറ്റം തന്നെയാണ് മസാല ദോശ. മസാല ദോശയുടെ മസാലയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളൊരു ചെറിയൊരു റെസിപ്പിയാണ്. നമ്മുടെ ഇത്ര ഐറ്റം ഉണ്ടെങ്കിൽ നമ്മുടെ മസാല ദോശ പെട്ടെന്ന് 5 മിനിറ്റ് ഉണ്ടാക്കണം. ആദ്യം എന്തൊക്കെയാണ് വേണ്ടത്? അപ്പോൾ ആദ്യം ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, അപ്പോൾ അത് ബോയിൽ ചെയ്താണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതിനുശേഷം നമ്മുടെ സ്ലൈസ് ചെയ്ത ഓണിയൻ, പിന്നെ പച്ചമുളക്, ഇഞ്ചി, പിന്നെ നമ്മുടെ ഗ്രീൻ പീസ്, പിന്നെ നമ്മുടെ ഉഴുന്ന്, പിന്നെ ക്യാരറ്റ്. വെളിച്ചെണ്ണ ഇട്ടു, അതിനകത്ത് നമ്മൾ ഉഴുന്നിട്ട് നല്ല ഒരു 2 മിനിറ്റ് മൂപ്പിക്കണം. മൂപ്പിച്ചതിന് ശേഷം നമ്മൾ പച്ചമുളക് ഇടുന്നു, സവോള ഇടുന്നു, പിന്നെ സ്ലൈസ് ജിഞ്ചർ ഇടുന്നു, പട്ടാണി ഇടുന്നു, പിന്നെ അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇടുന്നു, പിന്നെ മസാല ഇടുന്നു, മഞ്ഞപ്പൊടി ഇടുന്നു, ശകലവും ഉപ്പിടുന്നു, പിന്നെ ശകലം ജീര പൗഡർ ഇടുന്നു. അതിനെ 2 മിനിറ്റ് സോട്ട് ചെയ്തതിനു ശേഷം ബോയിൽ ചെയ്ത് പൊട്ടറ്റോ ആഡ്. ഇങ്ങനെ സോട്ട് ചെയ്യുമ്പോഴത്തേക്ക് 1 മിനിറ്റ് അതുകൊണ്ട് പൊട്ടറ്റോ ഇങ്ങനെ അടിച്ച് ഒന്ന് ഉടയ്ക്കുക. ഫൈനലിൽ ശകലം വെള്ളം ഒഴിക്കുക. ശകലം വെള്ളം ഒഴിച്ചിട്ട് കൂടുതൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇതുപോലെ മസാല പരുവത്തിലെടുക്കുക. മസാല സൂപ്പറായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ മസാല ദോശയുടെ സ്പെഷ്യൽ മസാലയാണ് കേട്ടോ. അപ്പം അത് നമ്മുടെ മാക്സിമം ഇത് മസാല ദോശയിലോടും കഴിക്കാം, പിന്നെ ചപ്പാത്തി, പൊറോട്ട, പിന്നെ അങ്ങനെയുള്ള ബ്രെഡ് ഐറ്റംസ് കൂടെ. ബ്രെഡ് നമ്മൾ സാധാരണ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന ബ്രെഡ് ജസ്റ്റ് ചൂടാക്കിയിട്ട് അത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ കിടിലം.